എല്ലാ കൂട്ടുകാർക്കും പീപ്പിൾസ് അക്കാഡമിയുടെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം: എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ആരുടെ വാക്കുകൾ എന്നാണ്? ഉത്തരം എ. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ. രണ്ടാമത്തെ ചോദ്യം: ചുവടെ കാണുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ലിംഗഭേദം എന്നത് ഒരു ആരോപിത പദവിയാണെന്നാണ്. രണ്ടാമത്തേത്, ലിംഗപദവി എന്നത് ഒരു ആർജിത പദവിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയിൽ ആണിനും പെണ്ണിനും ഉള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്: ലിംഗപദവി എന്നത് ജീവശാസ്ത്രപരമായ സ്ഥിരത ഉള്ളതല്ല, സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലകൾ അല്ലാത്തത് ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഒന്ന്, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. 2, ജയിലുകൾ സന്ദർശിച്ച് ശിക്ഷാ ഇളവുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. 3, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടി സ്വീകരിക്കുക. 4, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇത് ചുമതലകൾ അല്ലാത്തത് ഏതെന്നാണ്? 2, ജയിലുകൾ സന്ദർശിച്ച് ശിക്ഷാ ഇളവുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത്. ജയിലുകൾ സന്ദർശിച്ച് പുതിയ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. എന്നാൽ ശിക്ഷ ഇളവുകൾ നൽകുന്നത് സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം എന്നിവ. ബി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും. ഓപ്ഷൻ സി, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടി സ്വീകരിക്കലും. ഓപ്ഷൻ ഡി, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. ഇത് ചുമതലയിൽ ഉൾപ്പെടാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന തിരഞ്ഞെടുപ്പ് നടത്തുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ പെടുന്നതാണ് എന്ന് ഓർക്കുക. ഇപ്പോഴത്തെ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനും എ ഷാജഹാനാണ്. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ഓർത്തു വയ്ക്കുക, രത്തൻ യു ഖേൽക്കർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഏത് സാമൂഹിക വ്യവസ്ഥിതിയിലാണ് ഇപ്രകാരം കാണാനായതെന്നാണ്? ഇവിടെ ഉത്തരം സി ആണ്, ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം: എന്താണ് താലി എന്നറിയപ്പെടുന്നത്? ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളാണ് താലി എന്നറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക, താലി കെട്ടുമ്പോഴാണ് സ്വല്പം വിളക്കാവുന്നത് അല്ലെ? അപ്പൊ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളെ താലി എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കിഴക്കൻ ഹിമാലയത്തെ തമ്മിൽ വേർതിരിക്കുന്ന നദികളാണ്. ഇവിടെ ഉത്തരം വരുന്നത് സി ആണ്, ടിസ്റ്റയും ബ്രഹ്മപുത്രയും. ഓപ്ഷൻ എ നോക്കൂ, കാളിയും ടിസ്റ്റയും. ഇത് മധ്യ ഹിമാലയത്തെ തമ്മിൽ വേർതിരിക്കുന്നു. ഓപ്ഷൻ ബിയിലെ സിന്ധു, കാളി എന്നിവ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, നീലഗിരിയാണ്. 9ാമത്തെ ചോദ്യം: ചുവടെ പറയുന്നവയിൽ കാശ്മീർ ഹിമാലയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും ഉണ്ട്. ബി, കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വത നിരകളാണ് സസ്കർ, ലഡാക്ക്, കാരക്കോറം, പീർ പഞ്ചാൽ.
സി. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി. ചന്ദ്രതാൽ, സൂരജ്താൽ എന്നീ ശുദ്ധജല തടാകങ്ങൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഇവിടെ തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. ചന്ദ്രതാൽ, സൂരജ്താൽ എന്നീ ശുദ്ധജല തടാകങ്ങൾ കാണപ്പെടുന്നത് ഹിമാലയവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ ഏതെല്ലാമാണെന്നാണ്. ഒന്ന്, സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തുവാനുള്ള സാധ്യത. രണ്ട്, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. മൂന്ന്, വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. നാല്, ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിന്റെ കണക്കുകൾ പെടുന്നില്ല. ഇവ നാലും ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികളാണ്. അപ്പോൾ ഉത്തരം ഡി ആണ്. 1, 2, 4. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? ഒന്ന്, ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. രണ്ട്, സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. മൂന്ന്, ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. നാല്, താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകൾ ആണവ. ഇത് നാലും ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ സവിശേഷതകളാണ്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 11, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തി പരിഹരിക്കാൻ അത് തികയുകയുമില്ല. ആരുടെ വാക്കുകൾ? ഉത്തരം ബി ആണ്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനത്തിന്റെ ഘടനയിൽ പെടാത്തത്. ഒന്ന്, സുപ്രീം കോടതി. രണ്ട്, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. മൂന്ന്, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. നാല്, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഈ 4 ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനത്തിന്റെ ഘടനയിൽ പെടുന്നതാണ്. അപ്പൊ ഇവിടെ ഉത്തരം ഡി ആണ്. ഉത്തരം ഇല്ലെന്നാണ്. അടുത്ത ചോദ്യം, KSFE സ്ഥാപിതമായ വർഷം. ഉത്തരം എ ആണ്. 1969. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഭരണഘടന അനുച്ഛേദം 342 പ്രകാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. 2, ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ച് ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വന്നു. 3, 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ 243A, 243ZA അനുച്ഛേദങ്ങൾ പ്രകാരം സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. 4, അനുച്ഛേദം 320 പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിച്ചത്. ഇവിടെ തെറ്റായ പ്രസ്താവന, ഭരണഘടന അനുച്ഛേദം 324 പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. 1, മായം ചേർക്കൽ. 2, വിവാഹം. 3, ലോട്ടറി. 4, ജയിൽ. 5, വില നിയന്ത്രണം. ഇവിടെ മായം ചേർക്കൽ, വിവാഹം, വില നിയന്ത്രണം എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ. ഓപ്ഷൻ എ ആണ്. 1, 2, 5. ലോട്ടറി, ഇവിടെ ലോട്ടറി കേന്ദ്ര ലിസ്റ്റിലും ജയിൽ സംസ്ഥാന ലിസ്റ്റിലും ഇടുന്നതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകും. തെറ്റായ ജോഡി കണ്ടെത്തുക. ആർട്ടിക്കിൾ 63 രാഷ്ട്രപതി. ബി, ആർട്ടിക്കിൾ 75 പ്രധാനമന്ത്രി. സി, ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ ഘടനയും സ്ഥാപനവും. ഡി, ആർട്ടിക്കിൾ 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായി പ്രവർത്തിക്കുന്നു. ഇവിടെ തെറ്റായ ജോഡി ആർട്ടിക്കിൾ 63 രാഷ്ട്രപതി എന്നാണ്. ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെ പ്രതിനിധീകരിക്കുന്ന ആർട്ടിക്കിളാണ്. രാഷ്ട്രപതിയെ പ്രതിനിധീകരിക്കുന്ന ആർട്ടിക്കിൾ 52 ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരാത്തത് ഏത്? ഓപ്ഷൻ എ, ഉത്ഭവാധികാരം. ഓപ്ഷൻ ബി, ഉപദേശക അധികാരം. ഓപ്ഷൻ സി, പൊതുമാപ്പ് അധികാരം. ഓപ്ഷൻ ഡി, പുനരവലോകന അധികാരം. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, പൊതുമാപ്പ് അധികാരം. ഇത് രാഷ്ട്രപതിയുടെ അധികാരത്തിൽ പെടുന്നതാണ്.
19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ചില വകുപ്പുകൾ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നതാണ്. 2. ചില വകുപ്പുകൾ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. 3. ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. 4. ചില ഭേദഗതികൾ സംസ്ഥാന നിയമസഭകളിൽ അവതരിപ്പിച്ച് പ്രസിഡന്റിന്റെ അംഗീകാരം വാങ്ങാവുന്നതാണ്. ഓപ്ഷനിലോട്ട് വരുമ്പോൾ തെറ്റ് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 4 ഇവിടെ തെറ്റ്. സംസ്ഥാന നിയമസഭകളിൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്തുക. ഹിരാക്കുണ്ട് മഹാനദിയിലാണ്, ശരിയാണ്. സർദാർ സരോവർ നർമ്മദയിലും കൃഷ്ണരാജസാഗർ കാവേരി നദിയിലുമാണ്. എന്നാൽ നിസാം സാഗർ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ഇവിടെ തെറ്റാണ്. നിസാം സാഗർ കൃഷ്ണയാണ് കൊടുത്തിരിക്കുന്നത്. നിസാം സാഗർ ഗോദാവരി നദിയിലാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന വകുപ്പ് ഏതെന്നാണ്? ഉത്തരം സി ആണ്, 82A. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 10ാം ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഏതെന്നാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് 10ാം ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി. 23ാമത്തെ ചോദ്യം, 2024 ദേശീയ ഊർജ സംരക്ഷണ അവാർഡിൽ കേരളത്തിന്റെ സ്ഥാനം? ഓപ്ഷൻ സി ആണ്, 2ാം സ്ഥാനമാണ്. 24ാമത്തെ ചോദ്യം, മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം എ, മധ്യപ്രദേശാണ്. 25ാമത്തെ ചോദ്യം, ബോങ്കോ സാഗർ സൈനിക അഭ്യാസം ഇന്ത്യയും ഏത് അയൽ രാജ്യവുമായിട്ടാണ് നടന്നത്? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പരീക്ഷാ ദിവസം നേരുന്നു.